ഹലോ മക്കളെ, ഷമീം സാറാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു. +1 അലോട്ട്മെൻറ്റ് എഡിറ്റിംഗ് ആവശ്യമില്ലാത്തവരും എഡിറ്റ് ചെയ്യണോ, ലാസ്റ്റ് ഡേറ്റ് എന്നു പറയും. നമ്മുടെ എഡിറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റിൻ്റെ സമയത്തിട്ടൊരു വീഡിയോ ആയിരുന്നു അല്ലേ. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് കമൻറ്റ് നോക്കട്ടെ. യെസ്, എഡിറ്റ് അറിയാതെ ക്ലിക്ക് ചെയ്തു, സബ്മിഷൻ കൊടുക്കാതെ ബാക്ക് അടിച്ചു, ഇനി ടൈം കഴിഞ്ഞല്ലോ, എന്ത് ചെയ്യും മല്ലയ്യ, എന്ത് ചെയ്യും അല്ലേ. ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. അതായത് എഡിറ്റ് ആപ്ലിക്കേഷൻ അറിയാതെ ക്ലിക്ക് ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ നടത്താതെ പോയ ഒരുപാട് കുട്ടികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ടെക്നിക്കൽ എറർ ആവാം, ചിലപ്പോൾ റേഞ്ച് പോയതാവാം, ലാസ്റ്റ് മിനിറ്റിൽ ചെയ്തപ്പോൾ സൈറ്റ് ഓഫായി പോയതാവാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഫൈനൽ സബ്മിഷൻ നടത്താൻ പറ്റാതെ പോയ ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ. അവർക്കൊരു ഹാപ്പി ന്യൂസ് വന്നിട്ടുണ്ട് മക്കൾ. അത് മറ്റൊന്നുമല്ല, നമുക്ക് നോക്കാം എന്താണ് ഹാപ്പി ന്യൂസ്. യെസ്, ഫൈനൽ കൺഫർമേഷൻ ഇല്ലെങ്കിലും നിങ്ങളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം. പ്രതികൂല കാലാവസ്ഥ കാരണം ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി +1 ട്രയൽ അലോട്ട്മെൻറ്റിൽ അപേക്ഷകൾ തിരുത്തൽ വരുത്തി. ഫൈനൽ കൺഫർമേഷൻ നൽകാൻ കഴിയാത്ത അപേക്ഷകളും പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അലോട്ട്മെൻറ്റിനായി പരിഗണിക്കും. ഇക്കാര്യത്തിൽ അപേക്ഷകർക്കും രക്ഷിതാക്കൾക്കും ആശങ്ക വേണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. അപ്പോൾ മക്കളെ, കോൾ അടിച്ചിട്ടുണ്ട്. അറിയാതെ പോയിട്ടുള്ള, അതായത് അറിയാതെ ഫൈനൽ സബ്മിഷൻ നടത്താതെ പോയിട്ടുള്ള കുട്ടികൾക്കും ഇനി വളരെയധികം സന്തോഷിക്കാം. കാരണം +1ൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങളെയും പരിഗണിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് അറിയാൻ ഈ ചാനൽ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെക്കുക. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും നിങ്ങളെ ഷമീം സാർ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.